വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നിങ്ങളൊക്കെ പലപ്പോഴും പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവാം, പലർക്കും ഒരു അനുഭവം ഉണ്ടാവും. അങ്ങനെ ഒരു റോസിൻ്റെ ഒരു റിവ്യൂവിനെ പറ്റിയിട്ടാണ്. വേറൊന്നുമല്ല, ഇതൊരു അപരനാണ് കേട്ടോ. ഈ ഒരു റോസ് കുറേ പേർക്കൊക്കെ അതിപ്പോഴും തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോഴും ഈ ഒരു റോസിൻ്റെ ID കറക്റ്റ് കൺഫ്യൂഷൻ ആയിട്ടുള്ളവരുണ്ടാവും, ID തെറ്റിച്ച് സെയിൽ ചെയ്യുന്നവരുണ്ടാവും. കാരണം നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. രണ്ട് റോസും ഏകദേശം സെയിം ആണ്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ പറ്റിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മുടെ ബേബി പാരഡൈസ് റോസാണ്. നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു വൈറ്റ് ഷെയ്ഡും ഒരു ലൈറ്റായിട്ടുള്ളൊരു വൈറ്റും പിന്നെ കൂടുതലായിട്ടൊരു ഒരു മജന്ത ഷെയ്ഡും കൂടെ കയറി വരും. ഒരു വൈറ്റ് എന്ന് തന്നെ പറയാം, വൈറ്റും മജന്തയും കൊണ്ടുള്ളൊരു ഷെയ്ഡാണ്. പൂക്കൾക്ക് വലിപ്പം കുറവാണ്, തീരെ ചെറുതൊന്നല്ല, എന്നിരുന്നാലും വലിപ്പം കുറവുള്ളതാണ്. അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. രണ്ട് പ്ലാന്റ്സും ഇപ്പം നിലവിൽ രണ്ട് പ്ലാന്റ്സും വളർത്തുന്നവർ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പാരിസൺ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. എന്നിരുന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ തെറ്റിദ്ധാരണ വരാൻ പറ്റും. ഇത് കാണുമ്പോഴത്തേക്കും രണ്ടും സെയിം ആണെന്ന് തോന്നും. ഈ വീഡിയോയിലൂടെ ഞാൻ മാക്സിമം വീഡിയോസ് എടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഇടയ്ക്ക് 2-3 ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ കാണുകയുണ്ടായി, പ്ലാൻസ് മാറിയാണ് കിട്ടുന്നത്, അപ്പോൾ രണ്ടും ഒരുപോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഉദ്ദേശിച്ച പ്ലാൻസ് ഇതല്ല, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഗൂഗിളിൽ കാണുന്ന പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ 2-3 പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഈ രണ്ട് പ്ലാൻസ് ഒരുമിച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പേർക്കെങ്കിലും ഒന്ന് അറിവാകുവാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത് ഷെയർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബേബി പാരഡൈസ്. അപരത്തിയാണ്, നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ടൈപ്പാണ് ഈ ബേബി പാരഡൈസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് കിട്ടുമെന്നല്ല, നമ്മുടെ രണ്ടാമത്തെ റോസിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഈ ബേബി പാരഡൈസ് എന്ന് പറയുന്നത്. ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം 3-ാമത്തെ ദിവസമൊക്കെ ആയിക്കഴിയുമ്പോൾ ഫുൾ ഒരു റെഡിലോട്ട് മാറുന്ന ടൈപ്പാണ് കേട്ടോ ഒന്നാമത്തെ റോസ്. അപ്പോൾ നമ്മൾ ഇതിനെ കമ്പാരിസൺ ചെയ്യാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നിങ്ങൾക്ക് മിക്ക പേർക്കും അറിയായിരിക്കും, ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്നൊരു റോസുമായിട്ടാണ്. ഡബിൾ ഡിലൈറ്റ് റോസാണ്. ഡബിൾ ഡിലൈറ്റ് ആണ്. അത് ഈ ഒരു റോസ് എന്ന് പറയുമ്പോഴത്തേക്കും അകത്തൊരു ചന്ദന കളറാണ്, ഒരു യെല്ലോ ഷെയ്ഡ് കൂടുതലായിട്ട് വരും. മറ്റേതാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ പെറ്റൽസിൽ മൊത്തം ഒരു റെഡ് ഷെയ്ഡായിരിക്കും വരുന്നത്. റെഡ് ഷെയ്ഡായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അതുമാത്രമല്ല വലിയ പൂക്കളായിരിക്കും. മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന വലിയ പൂക്കളായിരിക്കും ഈ ഒരു റോസിന് ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള, നോക്കും മനസ്സിലാവും, ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. നേരത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നൊരു വൈറ്റ് ഷെയ്ഡാണെന്നുണ്ടെങ്കിലും വൈറ്റും ജസ്റ്റ് ഒരു മജന്ത ടച്ചാണ് വരുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, സാൻഡൽ കളറ് പിന്നെ ഒരു റെഡ്, ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. രണ്ട് റോസും നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതിന് കുറച്ചുകൂടെ ഫ്രാഗ്രൻസ് കൂടുതലാണ്, നല്ല സ്മെല്ലാണ്. വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പന്നീർ റോസിൻ്റെയൊക്കെ കൂട്ടുള്ള മണമാണ് ഈ ഒരു റോസിന് വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിനൊക്കെ നിന്ന് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ രണ്ട് റോസും നിങ്ങളുടെ കളക്ഷനിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാം. ഇത് ഡബിൾ ഡിലൈറ്റ് വെറൈറ്റിയാണ്, മറ്റേത് ബേബി പാരഡൈസ് ആണ്. കൂടുതലും അപരനായിട്ട് സെയിൽ ചെയ്യപ്പെടുന്ന വെറൈറ്റിയാണ് ഈ ബേബി പാരഡൈസ്. ഡബിൾ ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ട് പലരും ബേബി പാരഡൈസ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ പ്ലാൻസ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കി സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള പ്ലാൻസ് ഒക്കെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.